നമുക്ക് ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടൊരു കൺസോളേഷനിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ ആ ഒരു കൺസോളേഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ബ്രേക്ക്ഔട്ട് ഇതുവരെ തന്നിട്ടില്ല. ഒരുപക്ഷെ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഡയറക്ഷൻ മൂവ് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല എൻട്രീസ് കണ്ടുപിടിക്കാൻ. എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ എൻട്രികൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതെല്ലാം നോക്കേണ്ടതുണ്ട്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞൊരു ഒരാഴ്ചയോളമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് എവിടേക്ക് വരും എവിടേക്ക് പോകും എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നിരുന്നാലും തൊട്ടടുത്ത് എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്വിക്ക് എൻട്രി ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി ഇനി നെക്സ്റ്റ് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോയും ഉണ്ട്. ആ ലോയിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിന്നിട്ടുണ്ട് പലതവണ. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു സപ്ലൈ നടന്നിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് റീടെസ്റ്റ് വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ താഴെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ 1 അവറിൽ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ മാർക്ക് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഡേയിലുള്ളത് തന്നെയാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത് റെസിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് പ്രധാനമായും മറ്റൊരു ഏരിയ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുണ്ട്. അത് ഈ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഇംബാലൻസ് ഉള്ളതാണ്. ഓൾറെഡി ആ ഒരു ഇംബാലൻസ് വന്നിട്ട് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയത്. പക്ഷെ എന്നിരുന്നാലും കാര്യമായിട്ട് മുകളിലോട്ട് പോകാൻ കഴിഞ്ഞില്ല. മാർക്കറ്റ് റീടെസ്റ്റിലേക്ക് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു നല്ലൊരു ഏരിയ ആണ്. അതിലേക്ക് ഒരുപക്ഷെ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആ ഒരു ഏരിയയിൽ നിന്നാണ് നേരത്തെ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി ഒരു ഇംബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് റീടെസ്റ്റ് വന്ന് വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്തായാലും ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു ലോയിനെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലോയിനെ എടുത്തിട്ട് മാർക്കറ്റ് താഴെ വന്നിട്ട് ഒരു റിയാക്ഷൻ തന്ന്, അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ തന്നിട്ട് അതിന് കണ്ടിന്യൂഷന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. 50 മിനിറ്റ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ, കറൻ്റ്ലി നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡിൽ ഒരിക്കൽ കൂടി തന്നു കഴിഞ്ഞാൽ, അതായത് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എടുക്കാം. ഈ റെസിസ്റ്റൻസ് വരെ ഏറെക്കുറെ നമുക്ക് നോക്കാവുന്നതാണ്. ഒരു ബൈയുടെ ഒരു ടാർഗറ്റ് നോക്കാവുന്നതാണ്. പരമാവധി ചെറിയ ടാർഗറ്റ് വെച്ച് നിൽക്കുക. അവിടേക്ക് കിട്ടിയില്ലെങ്കിലും ഏറെക്കുറെ ഈ ലെവലിലൊക്കെ വരുന്ന സമയത്ത് ഒഴിവാകുന്നതായിരിക്കും നല്ലത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ റെസിസ്റ്റൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്നിട്ടോ മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരച്ചിരിക്കുന്ന ലൈനാണ്. ഈ ലൈൻ എന്ന് പറയുമ്പോൾ 94500 ആണ് ആ ലൈൻ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറെക്കുറെ അടുത്തെത്തുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പറഞ്ഞ ലോ ഇതാണ്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബൈ എൻട്രി ആൻഡ് സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഈ ഒരു ഇറങ്ങിയ സ്ഥലത്ത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ എൻട്രി ഇതിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടെ നിന്നോ അല്ലെങ്കിൽ അതിന് താഴത്ത് ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും ഒക്കെ ആയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. ഒരു നല്ലൊരു കൺഫർമേഷൻ, റിവേഴ്സൽ പാറ്റേൺ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം. അത് ഏറെക്കുറെ ഈ ഒരു ഇതിലേക്ക് വെക്കാമെന്ന് പറയുന്നത്, മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ഇരിക്കുന്ന പൊസിഷൻ റെസിസ്റ്റൻസ് ആവും. അപ്പോൾ അവിടേക്ക് വെക്കാം. അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും റെസിസ്റ്റൻസിലേക്ക് എത്താവുന്നുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നല്ലൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഇതിൻ്റെ മുകളിലാണ്. അതായത് ഈ ഒരു ലൈനിൻ്റെ മുകളിലാണ്. ഈ ലൈനിൻ്റെ മുകളിൽ നിന്നിട്ട് മാർക്കറ്റ് ഒരുപക്ഷെ ഒന്ന് വലിയൊരു ക്യാൻഡിലോടുകൂടി ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ചെറിയ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത ഉണ്ട്. അത് കുറച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് ഏറെക്കുറെ 98400 വരെയൊക്കെ എത്താവുന്നതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിനിലുള്ള എൻട്രി സാധ്യതകൾ. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഏരിയാസിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.